Hi. Welcome back to my channel. This is GGK. സോ ഞാൻ വീണ്ടും വന്നു ഗൈസ്. ഞാൻ വീണ്ടും വന്നു. ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. ഇത് കുറച്ച് ലെങ്തിയർ വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഫിലിം മേക്കിംഗ് ആക്സ്പെറൻറ്റോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരോ, യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരോ, യൂട്യൂബിൽ ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ബ്രാൻഡിങ് തുടങ്ങുന്നവരോ, അങ്ങനെ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഡ്രീംസ് ഉള്ള അല്ലെങ്കിൽ ചെയ്യണമെന്ന് തോന്നലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ആൾ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ബന്ധുവിനോ ആർക്കാന്ന് വെച്ചാൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. FMS അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് സ്ട്രീക്ക് നമ്മൾ GGK എന്ന ചാനലിൻ്റെ അകത്ത് Day 1 തൊട്ട് Day 28 വരെ ചെയ്തു. അതും കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല, അത് അവിടെ ആയിട്ട് ഇതുണ്ടായിരുന്നു. ഈ FMS അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് സ്ട്രീക്ക് എന്താ തുടങ്ങിയെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഡ്രഗ്സിനെ പറ്റിയൊരു ഷോർട്ട് ഫിലിം തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ റിസർച്ച് പർപ്പസിനായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനമാണ്. അത് ചെയ്തു തുടങ്ങി, അതിൻ്റെ ഇടയിൽ വേറെ ത്രെഡ് വന്നു. അപ്പം ആ ത്രെഡ് വേണോ ഈ ത്രെഡ് വേണോ എന്നൊരു കൺഫ്യൂഷനായി. പിന്നെ അടുത്ത മൂന്നാമത്തെ സാധനം വന്നു, അത് ഫിക്സ് ചെയ്തു, മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്തു. ദെൻ അവിടെ സ്റ്റക്കായി, അത് ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയില്ല. ഈ കഥ പറയാൻ കാരണം, നമ്മൾ ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് ആസ്പിറൻ്റ് ആഗ്രഹമുള്ള ഡ്രീംസ് ഉള്ള ആൾക്കാർ, ഇതാണ് അവസ്ഥ. ശരിക്കും നമുക്കൊരു പ്രോജക്റ്റ് സ്റ്റാർട്ടായി വരാൻ, ഇത് നമ്മുടെ ആദ്യത്തെ വർക്ക് ആയിരിക്കണം എന്നില്ല നമ്മൾ ചെയ്യാൻ പോണ വർക്ക്, ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സാധനം ആയിരിക്കണം എന്നില്ല ആദ്യം ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ അത് എത്താൻ സമയം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും എല്ലാ കാര്യത്തിനും ഉണ്ടാവും. അപ്പം ഈ വീഡിയോ വീണ്ടും കൺഫർമേഷൻ തരുവാണ് അല്ലെങ്കിൽ വാലിഡേഷൻ തരുവാണ്. ലൈക്ക് ഇറ്റ്സ് ഓക്കെ ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഇറ്റ്സ് ഓക്കെ ടു ഹാവ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ക്രിയേറ്റീവ് പ്രോസസ്സ്. അത് ഏത് ക്രിയേഷൻ പ്രോസസ്സ് ആയാലും, അതിപ്പോൾ ആർട്ടാവട്ടെ, ഡാൻസ് ആവട്ടെ, പാട്ടാവട്ടെ, മ്യൂസിക് ആവട്ടെ, ഫിലിം ആവട്ടെ, ഇവൻ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇറ്റ് ഹാപ്പൻസ്. നമ്മളൊരു സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാക്കപ്പോ ഒന്നും ഇല്ലെങ്കിൽ ദിസ് ഹാപ്പൻസ്. ഈവൻ ദോ ബാക്കപ്പ്സ് ഉണ്ടെങ്കിൽ കൂടെ, ഇല്ല ഈവൻ ദോ നമുക്ക് കാശ് ഉണ്ടെങ്കിൽ കൂടെ, ദിസ് ഹാപ്പൻസ്. സോ അത് കാരണം നമ്മൾ ക്വിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കാരണം നമ്മൾ ചെയ്യാതിരിക്കുകയോ വേണ്ടാന്ന് വെക്കുകയോ ചെയ്യുന്നതാണ് ശരിക്കും പറയാം, അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അവിടെ നിന്ന് വീണ്ടും ഓക്കെ ദിസ് ഹാപ്പൻസ് ടു എവരി വൺ, അല്ലെങ്കിൽ നമുക്ക് ആരും കാണത്തില്ല, ചിലവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കാണും, ചിലവർ ഒറ്റയ്ക്കായിരിക്കും ചെയ്ത് തുടങ്ങുന്നത്. ഇറ്റ്സ് ഓക്കെ. ഫ്രം ദ സ്ക്രാച്ച് വി ക്യാൻ സ്റ്റാർട്ട്, ഫ്രം ദ സ്ക്രാച്ച് വി ക്യാൻ ബിൽഡ്. ഞാൻ അന്ന് തന്നെ ഈ Day 1 തന്നെ ഈ ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ, ഇതൊരു സ്മൂത്ത് ഗോയിങ് പ്രോസസ് അല്ല. ഇത് ഒരു ഭയങ്കര എല്ലാ ദിവസവും എൻജോയബിൾ ഹൈ ഡോപ്പമിൻ ഹിറ്റ് തരുന്ന സാധനമല്ല. പക്ഷേ ഇതിനൊരു വലിയൊരു ഹോപ്പും വലിയൊരു ക്രിയേറ്റീവ് പ്രോസസ്സുമാണ്. ആ ഹോപ്പിന് വേണ്ടിയിട്ടുള്ള ഡോപ്പമിൻ കിക്കും അങ്ങനത്തെ ഒരു കാര്യമാണ്. ഇത് ചെയ്ത് സക്സസ് എന്ന വാക്കല്ല, ഇത് ചെയ്ത് ശീലമായ ആൾക്കാർക്ക് അവർക്കറിയാം. സോ ദേ നോ ദാറ്റ് ദിസ് ഹാപ്പൻസ് ടു എവരി വൺ ആൻഡ് ദിസ് ഈസ് ഓക്കെ ആൻഡ് ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ജേണി. ഇതൊരു ജേണിയുടെ പാർട്ട് തന്നെയാണ്. അത് ജേണിയിലൂടെ ചെയ്യുക. അത് വിഷമമുള്ളതായിരിക്കാം, സ്ട്രഗിൾ ആയിരിക്കാം. ഞാനൊക്കെ കുറേ ദിവസങ്ങളുണ്ട് എനിക്ക് എന്തിനാ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരുന്ന ദിവസങ്ങളുണ്ട്. ചില ദിവസം ഭയങ്കര ചാർജ് ആയിട്ട്, ഇപ്പം വരും, ഇപ്പം റെഡിയാവും, ഇപ്പം കിടിലാവും വാങ്ങിയിട്ട് ചാർജ് ആയ ദിവസങ്ങളുണ്ട്. ഐ എം സെയിങ് ആഫ്റ്റർ ദ 28th വീഡിയോ ഓൾമോസ്റ്റ് ഒരു 2-3 months ഉണ്ട്. ആൻഡ് ആ 2-3 monthsന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ദിസ് ഹാപ്പൻസ്. ഞാൻ ലാസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരിയാണ്. അതിനുശേഷം ഇതുവരെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനിടയിൽ കുറേ ശ്രമിച്ചു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, പിന്നെ ഇതിനിടയിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു, സിനിമകൾ കണ്ടു, ലോങ് യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടു. ഫിലിം മേക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ FMSന്റെ വേറൊരു തരത്തിലുള്ള പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്ക് വീഡിയോ ഇടാനുള്ള ധൈര്യമോ വീഡിയോ ഇടാനുള്ള ഒരു കൺസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അതിനുള്ള എനിക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു. അത് ഓക്കെയാണ്, അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജേണി ആണെന്നുള്ള റിയലൈസേഷൻ കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇതെന്തായാലും എനിക്ക് മാത്രമോ അല്ലെങ്കിൽ ഇതൊരു എൻ്റെ മാത്രമോ ഉള്ള കാര്യമല്ല. ഇതെല്ലാവർക്കും കോമൺ ആയിട്ട്, ആൻഡ് നിങ്ങളും ഇത് അനുഭവിക്കുന്നുണ്ടാവും.
നിങ്ങളും ഇതിലേതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കാം. ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കും, ഇതിന് ഇടയിലുള്ള സ്റ്റേജ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ലാസ്റ്റത്തെ സ്റ്റേജിന് തൊട്ട് മുന്നിലുള്ള സ്ട്രഗിൾ ആയിരിക്കാം. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സോ കീപ് പുഷിങ്, ട്രൈ ഹാർഡർ. നിങ്ങളുടെ ഫ്രണ്ട് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുക. ലൈക്ക് ഈ സഹായം ഇൻ ദ സെൻസ് എടാ ഓക്കെ ആണോ അതല്ല, മേ ബി ചുമ്മാ ഒന്ന് ചാറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ സംസാരിക്കാനായിരിക്കും, ഒന്ന് വിഷൻ ഒന്ന് ക്ലിയർ ആവാൻ, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ് എന്ന് പറയാനോ, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം ലെറ്റ് ദം നോ ദാറ്റ് ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് അത് കുഴപ്പമില്ല എന്ന് അവർ മനസ്സിലാക്കട്ടെ. ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്തൊരു റീസൺ, ഓക്കെ വീണ്ടും അടുത്ത ത്രെഡ് കിട്ടി. അതൊരു റീസെൻ്റ് ആണ്, മെനിഞ്ഞാന്നാണ് ആ ത്രെഡ് കിട്ടിയത്. സോ ആ ത്രെഡ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചാർജായി. ആ ചാർജ് പോവാതെ സൂക്ഷിച്ച് ആ കിക്ക് ഉണ്ടാവണം. ആൻഡ് മേ ബി ഇത് തന്നെ ആവണം എന്നില്ല ചെയ്യാൻ പോകുന്നത്, പക്ഷേ ലെറ്റ് മീ ഡോക്യുമെൻറ്റ് ദിസ് ആൻഡ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ആ പ്രോസസ്സ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ലോങ് ഫോർമാറ്റ് വീഡിയോയിലായിരിക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചോദിക്കുക, എനിക്ക് ഡൗട്ട്സ് ഉണ്ടാവും, അത് നിങ്ങൾ കമൻസിൽ പറഞ്ഞു തരിക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ ചോദിക്കുക, ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. സോ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ഈ ഒരു സീരീസ്, ഈ ഒരു FMS സീരീസ്. ഇതിനെ ഞാൻ FMS സീരീസ് സീസൺ 2 ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആൻഡ് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകാൻ ഞാൻ ശ്രമിക്കും. ആൻഡ് ഇതും പറയാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എങ്കിൽ കൂടെ ഇതിൽ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് അടുത്ത എൻ്റെ മൂന്നാമത്തെ വർക്കായ ഇതിൽ പറയാൻ പോകുന്ന കാര്യം, അടുത്തൊരു ത്രെഡ് കിട്ടി. വീണ്ടും മൂന്നാമത്തെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ജേണിയാണ്. കുറേ നാളായി ഇനി വേണം വരുന്നില്ല, കഥ വരും എന്നൊക്കെ ആഗ്രഹിച്ച് കുറേ നാളങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് നാൾ മുന്നേ ഞാനിങ്ങനെ ഓക്കെ ഇന്ന് ഞാൻ കഥ എഴുതാനിരിക്കും എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. പാട്ടൊക്കെ റെഡിയാക്കി, മെഴുകുതിരി വെളിച്ചം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഡിമ്മാക്കിയിട്ട് മെഴുകുതിരി ഒക്കെ കത്തിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ പാട്ട് കേട്ടോ, എന്തെങ്കിലും OSTയോ എന്തെങ്കിലും സൗണ്ട് ട്രാക്ക് ഇടും, എന്നിട്ട് അത് കേട്ട് ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇരുന്ന് ആദ്യം വരുന്ന കുറച്ച് ടോപ്പിക്ക് വരും. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ ഞാൻ പൊതുവേ അത് എടുക്കില്ല. വരുന്ന ടോപ്പിക്ക് മിക്കവാറും കോമൺ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തലയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ സൈഡിൽ നോട്ട് ചെയ്തു, അതൊക്കെ ആ ടോപ്പിക്കൊക്കെ എഴുതി. അപ്പം പിന്നീട് ആ ടോപ്പിക്കിൽ ലൂപ്പ് വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം ഓരോന്നായിട്ട് എഴുതിയിട്ട് അവസാനം എഴുതി വന്നപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ്ചർ സാധനം കിട്ടി. അതിൻ്റെ ഓക്കെ ഇതൊക്കെ എങ്ങനെ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. റീസെൻ്റായിട്ട് കണ്ട സിനിമകളൊക്കെ കുറച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്, ഏതൊക്കെ സിനിമകളാണ് ഇൻഫ്ലുവൻസ്ഡ് ആയെന്ന് ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പോസ്റ്റിലൂടെ ഞാൻ പറയുള്ളൂ. അങ്ങനെ തോട്ട്സ് വന്നപ്പോൾ ഓക്കെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ തോട്ട് ഇങ്ങനെ വന്നു. ഒരു ഐഡിയ ഇങ്ങനെ ഒരു ക്ലൗഡ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ കസിനെ വിളിച്ചിട്ട് ഞാൻ ഇന്നതാണ് കാര്യം. പിന്നെ അപ്പം അവൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുവാണ്, ലൈക്ക് കഥ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പം അവൻ കുറച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടെ എനിക്ക് പിക്ചർ ക്ലിയർ ആയി. ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ചൊന്ന് എഴുതി. അപ്പോൾ ഒരു ഓവറോൾ സ്ട്രക്ചർ കിട്ടി. വീണ്ടും നമ്മുടെ ടീം ആഹേലിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു. അവിടെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഓക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ജസ്റ്റ് അങ്ങനെ നമ്മൾ ഈച്ച് ടൈം നമ്മൾ വീണ്ടും പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്ലാരിറ്റി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. ഇതാണോ ഇനി ഇറങ്ങാൻ പോണ ഷോർട്ട് ഫിലിം എന്ന് നമുക്ക് കണ്ടറിയാം. സോ നിങ്ങൾ കൂടെ നിൽക്കുക, കമൻസ് ഇടുക. ജേണിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇന്ന ആൾക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിലൂടെ ആയിരിക്കും പറയുന്നത്. സോ സ്റ്റേ ട്യൂൺ. ആൻഡ് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഇപ്പം ഫിലിം അല്ലെങ്കിൽ എന്ത് കാര്യമായാലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ വേണം. എന്നാലേ നമുക്ക് ആ ഒരു നല്ലൊരു ടീമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. കൂടെ നിൽക്കുക. എങ്ങനെയാണ് പോകുന്നതെന്ന് ഒരു ഉറപ്പില്ല. സോ എന്തായാലും അപ്സും ഡൗൺസും എന്തായാലും കാണും. അത് കഴിയുന്ന അത്രയും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടെ വീഡിയോ കണ്ടതിന് നന്ദി. മറക്കണ്ട, ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവരുടെ അടുത്ത് ഇത് ഫോളോ ചെയ്യാൻ പറയുക. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാര്യം ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് തന്നെ. ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല, മനസ്സിലുള്ളത് എങ്ങനെയാണോ അതൊന്ന് പറഞ്ഞതാണ്.
അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ കണ്ടൻറ്റാണ്, ഇത് നിങ്ങൾക്ക് പറ്റിയ ചാനലാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.